Hey everyone, welcome back to English Malay Spoken English program. Welcome to day 2. Hope you all are doing good there. So we have started a story. നമ്മളൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ആ സ്റ്റോറി? നമ്മളൊക്കെ പലപ്പോഴും സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ കോളേജ് ടൈമിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊരു കാര്യമാണ്. നമ്മളെ ഫേവറേറ്റ് ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് ടീച്ചർ, നമ്മളെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ നമ്മളെ വിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ പുതിയൊരു ടീച്ചർ വരും. സ്വാഭാവികമായിട്ടും പുതിയൊരു ടീച്ചർ വരൂലേ, അങ്ങനെ സിറ്റുവേഷൻ ആണ്. സോ നമ്മൾ ഡേ 1 നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, എവിടെ എത്തി നമ്മൾ ടീച്ചർ, നമ്മളെ പുതിയ ടീച്ചർ നമ്മളെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാണ്. ദ ന്യൂ ടീച്ചർ ഈസ് എൻറ്ററിങ് ടു ദ ക്ലാസ് ആൻഡ് ഷീ ഈസ് ഗ്രീറ്റിംഗ് ദ സ്റ്റുഡൻസ്. നമ്മൾ ടീച്ചറുടെ പേര് മായ എന്നാണ്. മായ മാം എന്ത് ചെയ്യാണ്, ഗ്രീറ്റ് ചെയ്യാണ്, സ്റ്റുഡൻസിനെ ഗ്രീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഹൗ ടു ഗ്രീറ്റ് സം വൺ, ഹൗ ടു ഗ്രീറ്റ് സമ്മൺ വെൻ വി മീറ്റ്. നമ്മളൊരാൾ കണ്ടുമുട്ടുന്ന സമയത്ത് എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം, ഒരുപാട് നാളിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം എന്നെല്ലാം, എങ്ങനെയാണ് പല സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുക, അതിന്റെ ഓൾട്ടർനേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് സെക്കൻഡ് ഡേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് മായ മാം ക്ലാസ്സിൽ കുട്ടികളെ ഗ്രീറ്റ് ചെയ്തു ആൻഡ് ഷീസ് ഇൻട്രൊഡ്യൂസിങ് ഹെർ സെൽഫ്. മാം എന്ത് ചെയ്യാണ്, മാമിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഐ എം എ ന്യൂ ടീച്ചർ, ഞാൻ നിങ്ങളുടെ പുതിയ ടീച്ചറാണ്. അപ്പോൾ ദ സ്റ്റുഡൻസ് ആർ വെരി സാഡ് ആക്ച്വലി. അവർ ഭയങ്കര സാഡാണ്. സെയിം ടൈം ദേ ആർ വെരി എക്സൈറ്റഡ്. അവരുടെ പുതിയ ടീച്ചറെ കണ്ടുമുട്ടുന്നതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ ഫേസിലുണ്ട്. സോ ടീച്ചർ പറയാണ്, ഐ ആം യുവർ ന്യൂ ടീച്ചർ. എന്താണ്, ഐ ആം യുവർ ന്യൂ ടീച്ചർ. ടീച്ചർ അല്ലേ. മൈ നെയിം ഈസ് മായ. മൈ നെയിം ഈസ് മായ. സോ ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ടീച്ചർ. ടീച്ചർ എന്ന് പറയുന്നത് ആരാണ്, മായ. രണ്ട് പേരുകൾ വന്നു അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലുള്ള നൗണുകളാണ്. എന്താണ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം, അതായത് പേര്. നമ്മൾ ഇംഗ്ലീഷ് എന്നല്ല, ഏത് ലാംഗ്വേജ് ആണ്, നമ്മൾ എന്തൊരു വസ്തുവിനും പേരുണ്ടാവും അല്ലേ. ഈ വസ്തുവിന്റെ പേരിനെ നമ്മൾ ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയും. അപ്പൊ നമ്മൾ കുറച്ച് നൗൺസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നെയിം ഓഫ് എനിത്തിങ്, ഏതൊരു വസ്തുവിന്റെയും പേരിന് നമ്മൾ നൗൺ എന്ന് പറയും. സച്ച് ആസ് പെൻ. ഇപ്പൊ നമ്മൾക്ക് ഒരു കയ്യിലൊരു പേനയുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതാരാണ്, ഇറ്റ്സ് എ ടീച്ചർ. ഈ ഒരു പൊസിഷനെ നമ്മൾ പറയുന്നത് എന്താണ്, ടീച്ചർ എന്നാണ്. ഓക്കെ, ഈ വ്യക്തിക്ക് ഒരു പേരുണ്ടാവും. ഈ വ്യക്തിയുടെ പേരെന്താണ്, മായ എന്നാണ് അല്ലേ. സെയിം ടൈം അവരുടെ കയ്യിലുള്ള ഒരു വസ്തു ഉണ്ട്. എന്താണത്, കുറെ പേജസ് ഒക്കെ ഉള്ള പച്ച കളറിൽ, എന്താണ്, ബുക്കാണ്. ഇറ്റ്സ് നെയിം ഈസ് ബുക്ക്. ഇതെന്താണ്, ദിസ് എ ബുക്ക്. ആൻഡ് അവരുടെ മുഖത്ത് വെച്ചിരിക്കുന്ന എന്താണ്, സ്പെക്സ്, കണ്ണട അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്, ബേർഡ്സ്, പക്ഷികൾക്ക് നമ്മൾ എന്താ ബേർഡ്സ് എന്ന് പറയും. പെൻ, ഷെൽ, വിൻഡോ, ട്രീ, വാട്ടർ, വാട്ടർ, ബോക്സ്, ഇതെല്ലാം എന്താണ്, നൗണാണ്. സോ നമ്മൾക്ക് ചുറ്റുവട്ടം കാണുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തെന്ന് അതിനൊരു പേരുണ്ടാവും. ഇതാണ് നൗൺ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഈ വസ്തുക്കളുടെ പേരാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഐ എം എന്നൊരു വേർഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മൈ എന്നൊരു വേർഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ നൗൺസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. എന്താണ്, നൗൺസ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മായ അല്ലെങ്കിൽ ഞാൻ, എന്റെ പേര് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് ഉണ്ട് അല്ലേ. അങ്ങനെ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ മായ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലേഡിയുടെ പേരാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഷീ. നമ്മളിപ്പം അല്ലെ അവൾ എന്ന് പറയും മലയാളത്തിൽ അല്ലേ, അവൻ എന്ന് പറയും, ഇത് എന്ന് പറയും, അത് എന്ന് പറയും, അങ്ങനെ യൂസ് ചെയ്യും. അതായത് വേർഡ്സിന് പകരമായിട്ട് ഒരു നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു പേരാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇതിങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് വൺ, ഹി, HE, ഹി എന്ന് പറഞ്ഞ അവൻ. അപ്പൊ നമ്മളൊരു പേര് പറയാണ്, രാഹുൽ എന്ന് പറയുന്നതിന് പകരം രാഹുൽ അവിടെ പോയി, പിന്നീട് അവന്
എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് നമ്മൾ പറയും. അപ്പൊ 2 പ്രാവശ്യം അവന്റെ പേര് രാഹുൽ പോയി, രാഹുൽ എൻ്റെ അടുത്ത് വന്നു പറയാൻ നമ്മൾ അറിയില്ല. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു എന്നേ പറയുള്ളൂ. അപ്പൊ ഈ അവൻ എന്നുള്ളതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്, ഹി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഇപ്പൊ മായ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ പിന്നീട് എന്താ യൂസ് ചെയ്യുക, ഷീ എന്ന് യൂസ് ചെയ്യും അല്ലെ. നെക്സ്റ്റ് എന്താണ്, ഐ, ഞാൻ എന്നുള്ളതിന് ഐ എന്ന് പറയും. മീ എന്ന് പറഞ്ഞാലും ഞാൻ തന്നെയാണ്. എന്നോട് എന്നുള്ളതിനും ഇംഗ്ലീഷിൽ മീ എന്നാ പറയും. നെക്സ്റ്റ് വൺ, മൈൻ എന്ന് പറഞ്ഞാൽ എന്റേത്. ദിസ് ഇസ് മൈൻ, ഇത് എൻ്റെ ബുക്കാണ്. ദിസ് ബുക്ക് ഇസ് മൈൻ. ദിസ് ക്യാറ്റ് ഇസ് മൈൻ, ഇത് എൻ്റെ ക്യാറ്റാണ്. യു, നീ എന്നാ പറയാം. യുവർ എന്നുള്ളതിന് എന്താ പറയാ, നിന്റെ. സോറി, നിന്റെ എന്നുള്ളതിന് യുവർ എന്ന് പറയും. വി, ഞങ്ങൾ എന്ന് പറഞ്ഞുള്ളതിന് ഇംഗ്ലീഷിൽ വി എന്നാണ് പറയാ. ദേ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെന്നാണ് കേട്ടോ. നെക്സ്റ്റ് വേർഡ് അത്, നമ്മളപ്പോൾ എപ്പോഴും പറയാറുണ്ടല്ലേ, അത് എന്നുള്ളതിന് എന്താ പറയാ, ഇറ്റ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. ഇറ്റ് എന്നും പറയും, ദാറ്റ് എന്നും പറയും കേട്ടോ. ഓക്കെ. ദീസ് എന്നാണ്, ഒരുപാട് വസ്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ദീസ്. ഇപ്പൊ ഒരുപാട് ബുക്സ് ഉണ്ട്, അപ്പൊ ഇവയെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ദീസ് എന്ന് പറയാം. അപ്പം കുറച്ച് ദൂരെയാണ്, ഒരുപാട് വസ്തുക്കളുണ്ട്, കുറച്ച് ദൂരെയാണ്, എങ്ങനെയാ പറയാ, ദോസ്. അപ്പൊ അവിടെ ദൂരെ കുറച്ച് വസ്തുക്കളാണ്, അതിന് ചൂണ്ടിയിട്ട് ദോസ് ആർ എന്നാ പറയാം. ഓക്കെ. പിന്നെ ഹിസ് എന്ന് പറഞ്ഞാൽ അവന്റെ, അവന്റെ എന്നുള്ളതിന് ഹിസ് എന്നാ പറയാം. ഹിം എന്ന് പറഞ്ഞാലോ അവന്. നെക്സ്റ്റ് ഹർ, അവളെ അല്ലെങ്കിൽ അവളുടെ എന്നൊക്കെ പറയും. ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ. ഓക്കെ. ദെം എന്ന് പറഞ്ഞാൽ അവരെ എന്ന് പറയാം. ദെയേഴ്സ് എന്ന് പറഞ്ഞാലോ അവരുടേത്, ഇത് അവരുടേതാണ്, ഇറ്റ് ഇസ് ദെയേഴ്സ് എന്നാ പറയാം. ദർ എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് ദെയർ എന്നുള്ള വേർഡും ദർ എന്നുള്ള വേർഡും. അവരുടെ എന്നുള്ളതിന് ദർ, സോറി ദെയർ എന്നാ പറയാ. സെയിം ടൈം അവിടെ എന്നുള്ളതിന് എന്താ പറയാ, ദർ. ഓക്കെ. അവരുടെ എന്നുള്ളതിന് ദയോ. ദർ എന്ന് പറഞ്ഞാൽ അവിടെ, ദൂരെ എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ ചൂടി, ദർ ഇസ് എ ബുക്ക്, ദർ ഇസ് എ ട്രീ, ദർ ഇസ് എ ഹൗസ്, അവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു ബുക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാം. അവിടെ ഒരു മരമുണ്ട് എന്ന് നമ്മൾ പറയൂലേ. ദൂരെയുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അവിടെ എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ദർ. അപ്പൊ അത് ഇവിടെയാണെങ്കിലോ, എൻ്റെ അടുത്താണ്. ഹിയർ ഇസ് എ ബുക്ക്, ഹിയർ ഇസ് എ സ്റ്റോറി, ഇവിടെ ഒരു കഥയുണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹിയർ. ഓക്കെ. ഇനി നമ്മളിപ്പോൾ പഠിച്ച ഈ നൗണുകളെല്ലാം കൗണ്ട് ചെയ്യാൻ പറ്റും. എന്താ കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, കൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണ, കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന. സോ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നാമങ്ങളും ഉണ്ട്, അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസ് ഉണ്ട്. കൗണ്ടബിൾ നൗൺ എന്ന് പറയാം. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിനെ കൗണ്ടബിൾ നൗൺ, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസിനെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്നാ പറയാം. ഓക്കെ. അപ്പൊ നമ്മൾക്ക് മുന്നിൽ കാണുന്ന ഒരുപാട് വസ്തു, ക്യാറ്റ്, ബുക്ക്, പെൻ, ട്രീ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ആൾ ആർ കൗണ്ടബിൾ നൗൺസ്. ഇതൊക്കെ എന്താണ്, കൗണ്ടബിൾ നൗൺസ് ആണ്. കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മൈ ബ്രദർ ഹാസ് എ ക്യാറ്റ്. മൈ ബ്രദർ ഹാസ് എ ക്യാറ്റ്, എൻ്റെ ബ്രദറിന് ഒരു ക്യാറ്റ് ഉണ്ട്. ഇവിടെ ക്യാറ്റ് എന്ന് പറയുന്ന വേർഡ് എന്താണ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ്. ഓക്കെ. സോ നെക്സ്റ്റ്, മൈ സിസ്റ്റർ ഹാസ് 2 cats. 2 cats ഉണ്ട്. ഇവിടെ 2 cats ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതെന്ത് ചെയ്യും, കൗണ്ട് ചെയ്യാൻ പറ്റും. വീണ്ടും തന്നു, മൈ ഫ്രണ്ട് ഹാസ് 3 cats. ഇതും കൗണ്ട് ചെയ്യാൻ പറ്റും. സോ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, 1 cat, 2 cat, 3 cat. ഇപ്പൊ കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരു വേർഡാണ്, നൗൺ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോളജ്. നോളജ് എന്ന് പറഞ്ഞാൽ എന്താ, അറിവ്. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരറിവ്, 2 അറിവ് നമ്മൾ പറയും, ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ മൈ സിസ്റ്റർ ഹാസ് 2 cats, മൈ ഫ്രണ്ട് ഹാസ് 3 cats എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ മറ്റേ എക്സാമ്പിൾ, ഹി ഹാസ് 2 pens, അവന് 2 പേനകളുണ്ട്. വി നീഡ് 1 pen, ഞങ്ങൾക്ക് ഒരു പേന നീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യം കേട്ടോ. ഓക്കെ. ഞങ്ങൾക്ക് ഒരു പേന ആവശ്യമുണ്ട്. ഇതൊക്കെ എന്താണ്, ഒരു പേന, 2 പേന, 3 പൂച്ച എന്നൊക്കെ പറയുന്നത് അത് എണ്ണാൻ പറ്റുന്ന നൗണുകൾ ആയതുകൊണ്ടാണ്. സോ ഇതാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്, അതായത് എണ്ണാൻ പറ്റുന്ന നൗൺസ്. ഇപ്പൊ നമ്മൾക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളിൽ പലതും എണ്ണാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് നൗൺസ് ഉണ്ട്. എന്തൊക്കെയാണ്, അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയും.
സോ എന്താണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്? കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസിനെയാണ്, നാമങ്ങളെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. സോ ഇവിടെ കുറച്ച് അൺകൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ചില കോൺസെപ്റ്റുകൾ. എന്തൊക്കെയാണ് കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫൺ അല്ലെങ്കിൽ സാഡ്നെസ്. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖം. വർക്ക്, അതുപോലെ ഫൺ. ഫൺ എന്ന് പറഞ്ഞാൽ തമാശകൾ. ലവ്, ഇഷ്ടം. ഇതൊക്കെ ഒരു ഇമോഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ? ഒരു ചിന്താഗതിയിൽ വരുന്നൊരു കോൺസെപ്റ്റ് ആണ്. ഒരു കോൺസെപ്റ്റ് നമ്മളൊരു പേരിട്ടിരിക്കുകയാണ്. ഇഷ്ടം എന്ന് പറയുന്ന ഇമോഷൻ, അല്ലെങ്കിൽ സാഡ് എന്ന് പറയുന്ന ഇമോഷനൊക്കെ നമ്മളൊരു പേരിട്ടിരിക്കുകയാണ്. സോ ഇതൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ആ ലവ്, ഒരു ലവ് അല്ലെങ്കിൽ വൺ ലവ്, ടു ലവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൺ സാഡ്, ഒരു സങ്കടം. എനിക്കൊരു സങ്കടം ഉണ്ട്, അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഒരിക്കലും നമ്മൾ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വൺ സാഡ്, ടു സാഡ് നമ്മൾ പറയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ കൗണ്ടബിൾ നൗൺ. ഇത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺ അല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊന്നും എന്ത് ചെയ്യില്ല, വൺ സാഡ്, ടു സാഡ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പഠിക്കുക. അതുപോലെ തന്നെ വർക്ക്, മണി. നമ്മൾക്ക് 1 റുപ്പി, 2 റുപ്പി എന്നൊക്കെ പറയാം. പക്ഷെ മണി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ നൗൺ ആണ്. അതായത് പണം എന്നാണ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റുപ്പീസ് എന്ന് പറയുന്നത് അതെന്താണ്, ഓരോ രാജ്യത്തിന്റെ പണമാണ് അല്ലേ? അപ്പം അവിടെ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 റുപ്പി, 2 റുപ്പി, അല്ലെങ്കിൽ $1, $2 അങ്ങനെയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാം. ബട്ട് മണി ഒരിക്കലും 1 മണി, 2 മണി, ഒരു പണം നമ്മൾ പറയാറില്ല. അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചില ഇൻഫർമേഷൻ, അതായത് അഡ്വൈസ്, 1 അഡ്വൈസ്, 2 അഡ്വൈസ് നമ്മൾ പറയാറില്ല. ഇൻഫർമേഷൻ, ഇൻഫർമേഷൻസ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇൻഫർമേഷൻ എന്ന് പറയാം, ഇൻഫർമേഷൻസ് എന്ന് പറയില്ല കേട്ടോ. ന്യൂസ്, ന്യൂസസ് എന്ന് പറയില്ല, ന്യൂസ്. നോളജ്, നോളജസ് നമ്മൾ പറയില്ലേ, അറിവുകൾ എന്ന് പറയില്ല. യു ഗോട്ട് ഇറ്റ്. അതുപോലെ മ്യൂസിക്, ഫേർണിച്ചർ, എക്യുപ്മെന്റ്, എക്യുപ്മെന്റ്സ് എന്ന് പറയില്ല. നമ്മൾ പലപ്പോഴും ഫേർണിച്ചേഴ്സ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയില്ല, അത് തെറ്റാണ് കേട്ടോ. ജ്വല്ലറീസ് എന്ന് പറയില്ല, ജ്വല്ലറി. ലിറ്ററേച്ചേഴ്സ് എന്ന് പറയില്ല, ലിറ്ററേച്ചർ. ഓക്കെ. പിന്നെ ചില ഫുഡ് നെയിംസ്, ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫുഡിന്റെ ഒക്കെ നെയിമാണ്, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. വാട്ടർ, വാട്ടർ എന്ന് പറയുന്ന സംഭവം വെള്ളം, വെള്ളങ്ങൾ, അല്ലെങ്കിൽ ഒരു വെള്ളം, രണ്ട് വെള്ളം. 1 ബോട്ടിൽ ഓഫ് വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ 1 ലിറ്റർ മിൽക്ക് എന്നൊക്കെ നമുക്ക് പറയാം. അല്ലാണ്ട് വെള്ളങ്ങൾ അല്ലെങ്കിൽ മിൽക്സ്, വാട്ടേഴ്സ്, ഫ്ലവേഴ്സ്, റൈസസ് എന്ന് നമുക്ക് ഒരിക്കലും, ബട്ടേഴ്സ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. തെറ്റാണ് കേട്ടോ. സോ ചില ലിക്വിഡ് ഫുഡ് നെയിംസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺകൗണ്ടബിൾ ആണ്. അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 1 ലിക്വിഡ്, 1 ഫുഡ് എന്ന് നമ്മൾ പറയില്ല. ഓക്കെ. സോ വാട്ടേഴ്സ് എന്ന് പറയില്ല, ബട്ടേഴ്സ് എന്ന് പറയില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്, അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ കൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾസ് നോക്കാം. ബുക്ക്, ടേബിൾ, കമ്പ്യൂട്ടർ, ബനാന, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റുന്നതാണ് അല്ലേ. ഹൗസ്, പെൻ. അതുപോലെ ചില ആളുകളുടെ പേര്, പീപ്പിൾ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. പറയുന്നത് ആളുകളുടെ പേര് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പീപ്പിൾ എന്ന് കൊടുത്തത്. മാൻ, മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ. എന്താണ്, ദോൾസ് എ മാൻ, ഒരു മനുഷ്യൻ. നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺ ആണ്. വുമൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി അല്ലേ. വുമൻ, ചൈൽഡ്. ഫ്രണ്ട്, ഐ ഹാവ് 1 ഫ്രണ്ട്, അല്ലെങ്കിൽ ഐ ഹാവ് എ ഫ്രണ്ട്. ഐ ഹാവ് ബ്രദർ, ഐ ഹാവ് എ സിസ്റ്റർ, ഐ ഹാവ് എൻ അങ്കിൾ, ഐ ഹാവ് ടീച്ചർ. ഇതൊക്കെ എന്താണ്, കൗണ്ടബിൾ നൗൺസ് ആണ്. ഇതൊക്കെയാണ് കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് കേട്ടോ. ഇനി എന്താണ് സിംഗുലർ ആൻഡ് പ്ലൂരൽ, അതായത് ഏകനാമം, ബഹുനാമം, ബഹുവചനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ചില നൗൺസിന് നമ്മൾ ഏകവചനം, ബഹുവചനം നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ എടുക്കുക, കാറ്റ് എന്ന് പറയുന്നത് എന്താണ്, കൗണ്ടബിൾ നൗൺ ആണ്, നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു നൗൺ ആണ് അല്ലേ. ഈ കാറ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് അതിലേക്ക് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ കാറ്റ്സ് ആവും. അപ്പൊ എന്തായി, കാറ്റ്സ് പറഞ്ഞാൽ ഒരുപാട്, ഒന്നിലധികം ഉണ്ടെന്നാണ് കാറ്റ്സ്. അതായത് ഒരുപാടുണ്ടെങ്കിൽ അതെന്തായി, പ്ലൂരലാണ്. ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ നൗണ്, അല്ലെങ്കിൽ ഈ നൗണിന് നമ്മൾ സബ്ജക്റ്റ് ഒന്നും പറയാറുണ്ട് കേട്ടോ. ഇപ്പൊ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണോ അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ആര്, കർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ പ്രവൃത്തി ചെയ്യുന്ന ആള് ഒരാളുള്ളൂന്നുണ്ടെങ്കിൽ സിംഗുലർ നൗൺ അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് എന്നാ പറയാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വ്യക്തി
അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഒന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാറ്റേ ഉള്ളൂ, പൂച്ച ഒന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇത് എന്താണ്? സിംഗുലർ ആണ്. സെയിം ടൈം രണ്ട് പൂച്ച ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ക്യാറ്റ്സ് എന്നാ പറയാം. അപ്പൊ ഇതെന്തായി? പ്ലൂരലായി. സോ വിത്ത് മോസ്റ്റ് കൗണ്ടബിൾ നൗൺ വി ആഡ് എസ് ടു മേക്ക് ദം പ്ലൂരൽ. ഒരു കൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായി? ആ ഒരു സിംഗുലർ നൗൺ എന്തായിട്ട് മാറും? പ്ലൂറൽ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ക്യാറ്റ് എന്നുള്ള വേർഡിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് എന്തായിട്ട് മാറി? അത് പ്ലൂറൽ ആയിട്ട് മാറി. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ട്രീ. ട്രീസ് നാവും അതിന്റെ കൂടെ എന്താ പറയുക? ട്രീ. അതിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുത്താൽ ട്രീസ് എന്നാവും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇനി ചില വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ വേർഡ്സ്? അതിന്റെ കൂടെ നമുക്ക് എസ് ആഡ് ചെയ്ത് കൊടുത്താണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലൂരൽ ആക്കാൻ പറ്റില്ല. അതുപോലെയുള്ള ചില നൗണുകളാണ് ഏതെന്ന് പറയുന്നത്? പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തി എന്നാണ്. അതെന്താണ്? കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണാണ് അല്ലേ? കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണാണ്. പക്ഷെ ഇതിന്റെ കൂടെ നമുക്ക് പേഴ്സൺസ് അല്ല, അതിന്റെ പ്ലൂരൽ ഫോം എന്ന് പറയുന്നത് പേഴ്സൺസ് അല്ല. പേഴ്സന്റെ പ്ലൂരൽ ഫോം എന്ന് പറയുന്നത് പീപ്പിൾ ആണ് കേട്ടോ. ജനങ്ങൾ. വ്യക്തി അത് ഒന്നിലധികം ജനങ്ങളാവും. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളായി, അത് പ്ലൂരലായി. അതുപോലെ മാൻ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. ഈ കൗണ്ടബിൾ നൗണ് നമ്മൾ പ്ലൂരൽ ആക്കുന്ന സമയത്ത് മാൻസ് എന്ന് പറയും എസ് അല്ല ആഡ് ചെയ്ത് കൊടുക്കുക. പകരം എന്താണ് ആഡ് ചെയ്ത് കൊടുക്കുക? നമ്മൾ അതിന്റെ പ്ലൂരൽ വേർഡ് എന്ന് പറയുന്നത് മെൻ ആണ്. മെൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്നാണ്. അതുപോലെ ചൈൽഡ്. ചൈൽഡ് എന്ന് പറയുന്നത് കുട്ടി എന്നാണ്. അതിന്റെ പ്ലൂരൽ ഫോം എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ്. പലരും ചിൽഡ്രൻസ് പറയാറുണ്ട്. ചിൽഡ്രൻസ് പറയുന്ന വേർഡ് ഇല്ല, അത് തെറ്റാണ് കേട്ടോ. സോ ചിൽഡ്രൻ എന്നാ പറയാ. ഓക്കെ. അതുപോലെ വുമൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ്. അതിന്റെ പ്ലൂരൽ ഫോം എന്താണ്? വുമിൻ എന്നാണ് കേട്ടോ. WOMEN. വിമിൻ. വിമിൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ ഫിസിക്കൽ കൗണ്ടബിൾ നൗൺസ്. നോൺ ഫിസിക്കൽ കൗണ്ടബിൾ നൗൺസ്. എന്താണ് നോൺ ഫിസിക്കൽ കൗണ്ടബിൾ? കൗണ്ടബിൾ നൗൺസ് നമ്മൾ പഠിച്ചല്ലേ, എണ്ണാൻ പറ്റുന്നത്. നോൺ ഫിസിക്കൽ എന്നാണ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭൗതികം, നമുക്ക് തൊടാനോ പിടിക്കാനൊക്കെ പറ്റുന്ന വസ്തുക്കളെ നമ്മൾ ഭൗതികം എന്ന് പറയുന്നത്. നോൺ ഫിസിക്കൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഭൗതികം. അതായത് നമുക്ക് തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റാത്ത ചില ഐഡിയാസ് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇപ്പം ഐഡിയ, ബിലീഫ്, ഇതൊന്നും എന്തല്ല? അൺകൗണ്ടബിൾ നൗൺസ് അല്ല. നമ്മൾ അങ്ങനെ വിശ്വസിക്കും. ഹോപ്പ് എന്ന് പറയുന്നത്, ഡ്രീം, ഇതൊക്കെ കൗണ്ടബിൾ നൗൺസ് ആണ് കേട്ടോ. അപ്പം അത് അഭൗതികം അല്ലെങ്കിൽ നോൺ ഫിസിക്കൽ നൗൺസ് ആണെങ്കിലും ഇതൊക്കെ എന്താണ്? ആക്ച്വലി കൗണ്ടബിൾ നൗൺസ് ആണ്. ഇനി ചില ഫിസിക്കൽ കൗണ്ടബിൾ നൗൺസ് ഉണ്ട്. അതായത് ഫേർണിച്ചർ, നമുക്ക് തൊടാൻ പറ്റുന്ന വസ്തുക്കളാണ് അല്ലേ? ലഗേജ്, ബട്ടർ, മിൽക്ക്, ഇതൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്ന വസ്തുക്കളാണ്. ഇതൊക്കെ ഫിസിക്കൽ നൗൺസ് ആണ്. ഓക്കെ. ഇത് നമ്മൾ വിചാരിക്കും എന്താണെന്ന്? കൗണ്ടബിൾ നൗൺസ് ആണെന്ന്. പക്ഷെ ഇത് എന്തല്ല? കൗണ്ടബിൾ നൗൺസ് അല്ല. നമ്മൾ വിശ്വസിക്കുന്ന ചില നോൺ ഫിസിക്കൽ, നമുക്ക് തൊടാൻ പറ്റാത്ത ചില വസ്തുക്കൾ, ഇപ്പം ഐഡിയാസ്, നോളജ്, ഡ്രീം, ഇതൊന്നും നമുക്ക് തൊടാൻ പറ്റുന്നതല്ല. ഇതൊക്കെ ഒരു എന്താണ്? കോൺസെപ്റ്റ്സ് ആണ്. സോ ഈ കോൺസെപ്റ്റുകൾ നമുക്ക് തൊടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ബട്ട് ഇതൊന്നും അൺകൗണ്ടബിൾ അല്ല. ഐഡിയാസ്, ബിലീഫ്സ്, ഹോപ്സ്, ഡ്രീംസ്, ഇതൊക്കെ എന്താണ്? കൗണ്ടബിൾ നൗൺസ് ആണ്. സെയിം ടൈം തൊടാൻ പറ്റുന്ന ചില വസ്തുക്കളുണ്ട്. ഫേർണിച്ചർ, ലഗേജ്, ബട്ടർ മിൽക്ക്, ഇതൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ് കേട്ടോ. അൺകൗണ്ടബിൾ നൗൺസ് കൗണ്ടബിൾ നൗൺസിനെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് കോമൺ നൗൺസ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്ന് നമ്മൾക്ക് വരുന്ന ചില മിസ്റ്റേക്കുകളാണ്. കോമൺ ആയിട്ട് നമ്മൾ വരുത്താറുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ. ഐ നീഡ് സം ഇൻഫർമേഷൻസ് അബൌട്ട് ദ കോഴ്സ്. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ്, കോഴ്സിന് കുറച്ച് ഇൻഫർമേഷൻസ് എന്ന് പറയും. ഇവിടെ നമ്മൾ പഠിച്ചു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ അല്ല, ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ ഇൻഫർമേഷൻ എന്നേ പറയുള്ളൂ, ഇൻഫർമേഷൻസ് പറയില്ല കേട്ടോ. ഐ നീഡ് സം ഇൻഫർമേഷൻ അബൌട്ട് ദി കോഴ്സ് എന്നാ പറയാം. അതാണ് കറക്റ്റ് യൂസ് ചെയ്യുക. ദ ഫാക്ടറി ഹാസ് ലോട്ട്സ് ഓഫ് എക്യുപ്മെന്റ്സ്. ഫാക്ടറിയിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട് നമ്മൾ പറയില്ല. ഫാക്ടറി ഹാസ് ലോട്ട്സ് ഓഫ് എക്യുപ്മെന്റ് എന്നാ പറയാ. ഓക്കെ. ഇനി ഈ പറയുന്ന അൺകൗണ്ടബിൾ നൗൺസിനെ നമുക്ക് കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട്
സോറി കൗണ്ടബിൾ പ്ലൂരൽ ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യാവുന്ന യൂസ് ചെയ്യാവുന്ന കുറച്ച് വേർഡ്സ് ആണ്, ഫ്രേസുകളാണ് കേട്ടോ. അതായത് അതിന് പകരമായിട്ട് എസ് ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് ഫ്രേസുകളാണ്. ഷി ബോട്ട് 3 bottles of wine. ഷി ബോട്ട് 3 bottles of wine എന്ന് പറയും. ഇവിടെ 3 bottles of wine, 3 bottles എന്ന് പറയുന്നതാണ് എന്ത് ഫ്രേസ് എന്ന് പറയുന്നത്. ആൻഡ് 5 boxes of rice. ഈ വൈൻ എന്ന് പറയുന്ന വേർഡ് എന്തല്ല, കൗണ്ടബിൾ അല്ല. നമുക്ക് വൈൻസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു, 3 bottles of wine എന്ന് ആഡ് ചെയ്തു. സെയിം ടൈം 5 boxes of rice, നമുക്ക് റൈസസ് എന്ന് പറയാൻ പറ്റില്ല. അതിന് പകരമായിട്ട് 5 boxes of rice എന്ന് വേണമെങ്കിൽ പറയാം. I need 2 cups of flour and 4 tablespoons of butter. So I need 2 cups of, ഇവിടെ 2 cup എന്നുള്ള വേർഡ് എന്താണ്, നമ്മൾ ഫ്രേസ് ആയിട്ട് യൂസ് ചെയ്തത്. അത് ഫ്ലോർ നമുക്ക് ഫ്ലോർസ് എന്ന് പറയാൻ പറ്റില്ല. ഐ വാണ്ട് 1 floor, 2 floor, 3 floor എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 2 cup of flour, 3 cup of flour എന്ന് പറയാം. അതുപോലെ തന്നെ ബട്ടർ എന്ന് പറയുന്ന വേർഡ് എന്താണ്, അൺകൗണ്ടബിൾ ആണ് അല്ലേ. അപ്പോൾ ഐ വാണ്ട് 1 butter, 2 butter എന്ന് പറയാൻ പറ്റില്ല. 1 tablespoon of butter, 2 tablespoon of butter എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ തന്നെ they brought 5 pieces of luggage on their vacation. ഒരു വെക്കേഷന് വരുമ്പോൾ 5 pieces of luggage, ഒരു ലഗേജസ് കൊടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലഗേജ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. പലരും പറയാറുണ്ട് ഐ ഹാവ് ലോട്ട് ഓഫ് ലഗേജസ് എന്ന് പറയാം. ലഗേജസ് എന്ന് പറയുന്ന പോലെ തെറ്റാണ്, പകരമായി ലഗേജ് എന്ന് പറയുള്ളൂ. അപ്പോൾ 5 pieces of luggage എന്ന് പറയും, സോറി 5 pieces of luggage on their vacation. അവർ 5 ലഗേജ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ബോക്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പറയും. ലഗേജ് അറിയാലോ. അപ്പം നെക്സ്റ്റ് വൺ, ഹി ഗേവ് മി 2 pieces of advice. അവന് എനിക്ക് 2 അഡ്വൈസ് ഒന്നും അല്ലെങ്കിൽ 3 അഡ്വൈസ് ഒന്നും പറയില്ല. ഹി ഗേവ് മീ 2 pieces of advice എന്ന് പറയാം. ഓക്കെ, അതായത് അഡ്വൈസ് എന്നുള്ള വേർഡ് നമുക്ക് പ്ലൂറൽ ആക്കാനായിട്ട് യൂസ് ചെയ്യാം. 2 pieces of advice, 3 pieces of advice വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഐ എം പ്രാക്ടീസിങ് 3 difficult pieces of piano music. ഇവിടെ മ്യൂസിക്സ് നമ്മൾ പറയില്ല, മ്യൂസിക് പാട്ടുകൾ നമ്മൾ പറയാറുണ്ട്, ബട്ട് ഇംഗ്ലീഷിൽ മ്യൂസിക് നമ്മൾ പറയാറില്ല, തെറ്റാണ് കേട്ടോ. അതുപോലെ ഒരു എക്സാമ്പിൾ തരാം. കോമൺലി മിസ്പ്രൊനൗൺസ്ഡ് ആയിട്ട് മീൻസ് യൂസ്ഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. ഹി പോർഡ് 2 wines. 2 wines എന്ന് പറയാം. പോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിക്കുക. ഹി പോർഡ് 2 wines എന്ന് പറയില്ല, പകരം ഹി പോർഡ് 2 glasses of wine എന്ന് പറയാം. യു ഗോട്ട് ഇറ്റ്. ഹി പോർഡ് 2 glasses of wine എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ എ ഓർ ആൻ എന്നുള്ള വേർഡ് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടി യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ് എ ഓർ ആനിന്റെ യൂസേജ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അതിന് മനസ്സിലാവും കേട്ടോ. സോ ഇവിടെ എ ഓർ ആൻ എന്ന് പറഞ്ഞാൽ ഒരു എന്നുള്ള മീനിങ് ആണ്. ഇപ്പൊ നമ്മൾ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രമേ എ ഓർ ആൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഒരിക്കലും എ ഓർ ആൻ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരമായിട്ട് നമുക്ക് സം ഓർ പീസ് ഓഫ് എന്നുള്ള ഈ വേർഡ്, അപ്പൊ ഐ ഹേർഡ് എ സാഡ് ന്യൂസ് എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ പലപ്പോഴും ഐ ഹേർഡ് എ സാഡ് ന്യൂസ്, കാരണം സാഡ് എന്നുള്ള വേർഡ് എന്താണ്, ഐ ഹേർഡ് സാഡ് ന്യൂസ്, സാഡ് എന്നുള്ള വേർഡ് എന്താണ്, അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പം എ സാഡ് നമ്മൾ പറയില്ല, പകരം ഐ ഹേർഡ് സം സാഡ് ന്യൂസ് എന്ന് പറയാം. ഓക്കെ, ഐ ഹേർഡ് സം സാഡ് ന്യൂസ്. ദാറ്റ്സ് ആൻ എക്സ്പെൻസീവ് ജ്വല്ലറി എന്ന് നമ്മൾ പറയില്ല, കാരണം ജ്വല്ലറി എന്നുള്ള വേർഡ് എന്താണ് അൺകൗണ്ടബിൾ ആണ് അല്ലേ. സോ ദാറ്റ്സ് ആൻ എക്സ്പെൻസീവ് ജ്വല്ലറി എന്ന് പറയില്ല, ദാറ്റ്സ് ആൻ എക്സ്പെൻസീവ് പീസ് ഓഫ് ജ്വല്ലറി. കാരണം എക്സ്പെൻസീവ് എന്ന് പറയുന്ന വേർഡിന്റെ മുന്നിൽ നമുക്ക് ആൻ യൂസ് ചെയ്യാം. ആനിന്റെ യൂസേജ് കറക്റ്റ് മനസ്സിലായാൽ ഇവിടെ എന്തുകൊണ്ട് ആന് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ്സ് ആൻ എക്സ്പെൻസീവ് പീസ് ഓഫ് ജ്വല്ലറി. ജ്വല്ലറിയുടെ മുന്നിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ആൻ യൂസ് ചെയ്യാൻ പറ്റില്ല, പീസ് ഓഫ് ജ്വല്ലറി എന്ന് പറയാം. ഓക്കെ, അതുപോലെ ദാറ്റ്സ് ആൻ എക്സ്പെൻസീവ് നെക്ലേസ് എന്ന് പറയാം, കാരണം ജ്വല്ലറി ആണ് എന്ത്, നെക്ലേസ് ഒരിക്കലും എന്തല്ല, അൺകൗണ്ടബിൾ ആണ്. നെക്ലേസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സെയിം ടൈം എന്ത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ജ്വല്ലറി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ജ്വല്ലറി ഈസ് അൺകൗണ്ടബിൾ. ജ്വല്ലറി എന്താണ്, അൺകൗണ്ടബിൾ ആണ്. സോ ദാറ്റ്സ് ആൻ എക്സ്പെൻസീവ് നെക്ലേസ് എന്ന് പറയാം. നെക്ലേസ് എന്താണ്, അൺകൗണ്ടബിൾ ആണ്, സോറി കൗണ്ടബിൾ ആണ് കേട്ടോ. So that's all for today. Hope it's helpful to you. Let's wind up the session for today. Thank you so much. Have a good day. Bye-bye.